യേശുവേ തളർന്ന ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. യേശുവേ ഞങ്ങളുടെ ബലഹീനതകളിൽ അങ്ങ് ഞങ്ങൾക്ക് തുണ നിൽക്കണമേ. യേശുവേ ഈ രാത്രി സൗഖ്യമാക്കുന്ന അങ്ങയുടെ കരം നീട്ടണമേ. യേശുവേ ഈ രാത്രി ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ. യേശുവേ ഈ രാത്രി ഞങ്ങൾക്ക് മുമ്പിൽ ചെങ്കടലുകളായി പ്രത്യക്ഷപ്പെട്ട ഞങ്ങളുടെ പ്രതിസന്ധികൾ, ഞങ്ങളുടെ പ്രതികൂലങ്ങൾ, വെല്ലുവിളികൾ കീറി മാറണമേ. യേശുവേ ഈ രാത്രി ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ ഒരത്ഭുതം കാണണം. യേശുവേ അങ്ങയുടെ നാമത്തിൽ ഒരത്ഭുതം കാണാതെ ഞങ്ങൾ ഇതിനകത്ത് നിന്ന് അയക്കരുതേ അപ്പാ. അങ്ങയുടെ സന്നിധിയിലായിരുന്ന അങ്ങയുടെ ജനം പ്രാപിച്ചതിലും ഏറ്റവും ശ്രേഷ്ഠകരമായി ഈ രാത്രി ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്യണമേ. യേശുവേ ഞങ്ങൾ ഇതിനകത്ത് പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ ഭവനങ്ങൾക്കകത്ത് അങ്ങയുടെ ഒരു സന്ദർശനം വെളിപ്പെടണമേ അപ്പാ. ഈ രാത്രി ഞങ്ങളുടെ ഭവനങ്ങളെ അങ്ങ് സന്ദർശിക്കണമേ. പ്രാർത്ഥിച്ചാട്ടെ. യേശുവേ ഞങ്ങളുടെ മക്കളെ അങ്ങ് സന്ദർശിക്കണമേ. യേശുവേ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ സന്ദർശിക്കണമേ. യേശുവേ പകുതി വഴിയിൽ ഞങ്ങളുടെ പ്രതീക്ഷകളുടെ മങ്ങലേൽപ്പിച്ചായിരിക്കുന്ന അനുഭവങ്ങളെ അങ്ങ് സന്ദർശിക്കണമേ. പൂർത്തീകരണങ്ങളുടെ കർത്താവേ ഈ വൈകിയ വേള അപ്പാ പലതിൻ്റെയും പൂർത്തീകരണമായി തീരട്ടെ. യേശുവേ ഈ വൈകിയ വേളയിൽ ഞങ്ങളുടെ കാത്തിരിപ്പുകൾക്ക് അറുതി ഉണ്ടാകണമേ. യേശുവേ അപ്പാ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് അങ്ങ് സംസാരിക്കണമേ. മനുഷ്യൻ്റെ വാക്കുകളാൽ ബന്ധിക്കപ്പെട്ടവരോട്, പിശാചിനാൽ ബന്ധിക്കപ്പെട്ടവരോട്, മദ്യത്തിലും മയക്കുമരുന്നിലും പിടിക്കപ്പെട്ടവരോട്, ലോകമുഖങ്ങളാൽ വലയപ്പെട്ടവരോട് യേശുവേ ഇന്ന് ഈ വൈകിയ വേളയിൽ അങ്ങ് സംസാരിക്കണമേ അപ്പാ. ഞങ്ങൾ ഇതിനകത്ത് അങ്ങയുടെ ശബ്ദം കേട്ടുകൊണ്ടായിരിക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ചലിക്കട്ടെ. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ കാരാഗ്രഹത്തിനകത്ത് പത്രോസിന് വേണ്ടി ദൈവത്തിൻ്റെ സന്ദർശനം വെളിപ്പെട്ടതുപോലെ യേശുവേ ഈ രാത്രി പലയിടങ്ങളിൽ അപ്പാ ഞങ്ങളെ വേദനിപ്പിക്കുന്ന, ഞങ്ങളെ നിരാശപ്പെടുത്തുന്ന, ഞങ്ങളെ പ്രതിസന്ധിയിലാക്കുന്ന ഇടങ്ങളിൽ അങ്ങയുടെ സന്ദർശനം വെളിപ്പെടുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. നന്ദി കർത്താവേ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അപ്പാ ചിലയിടങ്ങളിൽ കടന്നുപോയി ചില വ്യക്തികളോട് സംസാരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങളെ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് മൂടി മറയ്ക്കുന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ദിവസനയിലായിരിക്കുന്ന നിങ്ങളെ ഓർത്ത് നല്ല കർത്താവിനെ സ്തുതിക്കുന്നു. ആ നല്ല കർത്താവിൻ്റെ നാമം മാത്രം ഉയരുന്ന ആ കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ അത്ഭുതങ്ങൾ കാണുന്ന മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ടൊരു വൈകിയ വേളയായി ഈ നല്ല സമയം മാറട്ടെ. പ്രാർത്ഥനയും പ്രതീക്ഷയും അത് തന്നെ ആയിരിക്കട്ടെ. നാം നമ്മുടെ കർത്താവിനൊപ്പമായിരിക്കുന്ന ഈ അല്പസമയം ഈ ലോകത്തിൽ നിന്ന് വിട്ടുമാറി, ലോകത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി, ലോകം നമ്മെ മാടി വിളിക്കുന്ന മോഹിപ്പിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് മാറി, വചനം ഈ വിധത്തിൽ പറയുന്നുവല്ലോ, കർത്താവായ യേശു ക്രിസ്തു നിർജ്ജന പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചു. അവൻ മരുഭൂമിയിലൂടെ സഞ്ചരിച്ചു. അവൻ സേറിൻ്റെയും സീദോൻ്റെയും ആ മധ്യത്തിലൂടെ സഞ്ചരിച്ചു. ആൾപ്പാർപ്പില്ലാത്ത സ്ഥലങ്ങളിലൂടെ യേശു സഞ്ചരിച്ചു. ആമേൻ. വന്യമൃഗങ്ങളുള്ള സ്ഥലങ്ങളിലൂടെ യേശു സഞ്ചരിച്ചു. എന്നാൽ വചനം പറയുന്നു, യേശു ഉള്ളയിടത്ത് അനേകം പേർ യേശുവിൻ്റെ അടുക്കൽ കടന്നു ചെന്നു. ആമേൻ. കാൽനടക്കാരായി യേശുവിൻ്റെ അടുക്കൽ അനേകർ കടന്നു ചെന്നു. വഴിയിൽ ദുർഘടങ്ങളെ ഗണ്യമാക്കാതെ അനേകർ യേശുവിൻ്റെ അടുക്കൽ കടന്നു ചെന്നു. ആമേൻ. നിർജ്ജന പ്രദേശത്തിലെ ഏകാന്തത കാര്യമാക്കാതെ അനേകർ യേശുവിൻ്റെ അടുക്കൽ കടന്നു ചെന്നു. ആമേൻ. കടന്നുപോയവർ ആരും നിരാശയോടെ മടങ്ങുവാൻ അനുവദിക്കാത്ത നല്ല കർത്താവ് ഈ രാത്രി നാം ആ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഭവങ്ങളെ നൽകി നമ്മെ മാനിക്കട്ടെ. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും ഈ രാത്രി പലതും മാറ്റിവെച്ച് ഞാൻ എൻ്റെ കർത്താവിനോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠകരമായതൊന്ന് ഇന്ന് എൻ്റെ യേശു എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ശബ്ദമുയർത്തി നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി ശബ്ദമുയർത്തി നന്ദി കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നപ്പാ ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പോകുന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു.
സ്തുതിക്കുന്ന കർത്താവെ, അല്പസമയത്തെ വചന ധ്യാനത്തിനായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ചില വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ വായിക്കട്ടെ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ബൈബിൾ കയ്യിലുള്ളവർ കയ്യിലെടുത്ത് ചേർന്ന് വായിക്കുക. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. 20-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് ഇவ்விധത്തിലാണ്. ചേർന്ന് വായിച്ചാട്ടെ. നീ മിസ്രയീം ദേശത്തു നിന്ന് ഇന്ന് വരെയും ഇസ്രായേലിലും മറ്റു മനുഷ്യരുടെ ഇടയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് ഇന്നുള്ളതുപോലെ നിനക്കൊരു നാമം സമ്പാദിക്കുകയും നിന്റെ ജനമായ ഇസ്രായേലിനെ അടയാളങ്ങൾ കൊണ്ടും അത്ഭുതങ്ങൾ കൊണ്ടും ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും മഹാഭീതി കൊണ്ടും മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവരികയും അവരുടെ പിതാക്കന്മാർക്ക് കൊടുപ്പാൻ നീ അവരോട് സത്യം ചെയ്തതായി പാലും തേനും ഒഴുകുന്ന ഈ ദേശത്തെ അവർക്ക് കൊടുക്കുകയും ചെയ്തു. അവർ അതിൽ കടന്ന് അതിനെ കൈവശം ആക്കി. അവർ അതിൽ കടന്ന് അതിനെ കൈവശം ആക്കി. അതേ, വലിയ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ തുടർന്ന് ദൈവസന്നിധിയിൽ ആയിരുന്നാട്ടെ. കാവൽപുര മുറ്റത്ത് ആമേൻ യഹൂദ രാജാവിൻ്റെ കൊട്ടാരത്തിന് അന്തഃപുരത്തിന് മുൻപിൽ അടയ്ക്കപ്പെട്ടവനായിരിക്കുന്ന യിരെമ്യാവിൽ നിന്ന് ഉയരുന്ന വാക്കുകളാണ്. പ്രത്യാശ നിർഭരമായ വാക്കുകളാണ് പ്രസ്തുത നമ്മൾ ധ്യാനത്തിനായി വായിച്ച 3 വാക്യങ്ങളിൽ നിങ്ങൾക്ക് കേൾക്കുവാനായി കഴിയുന്നത്. അടയ്ക്കപ്പെട്ടവനായി അഥവാ കാരാഗ്രഹത്തിലെ സ്തോത്രം ആമേൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനായിരിക്കുന്ന യിരെമ്യാവ് ദൈവം തൻ്റെ ജീവിതത്തിൽ, തൻ്റെ ജനത്തിൻ്റെ ജീവിതത്തിൽ ഇന്നലകളിൽ ചെയ്തതിനെ ഓർത്തെടുക്കുകയാണ്. ഒപ്പം ഇന്നലകളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവൻ നാളെയും പ്രവർത്തിക്കുവാൻ മതിയായവനാണെന്ന് മടി കൂടാതെ വിളിച്ചു പറയുകയാണ്. ഇന്ന് ഈ വൈകിയവേളയിലും എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്നലകളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു ദൈവം, ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ഇന്നലകളിൽ പ്രവർത്തിച്ചവൻ നിശ്ചയമായും നാളെയും നിനക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും. ഇന്നലകളിൽ അവൻ്റെ പ്രവൃത്തി നീ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ്റെ പ്രവൃത്തി കൊണ്ടാണ് നീ നിലനിൽക്കുന്നതെന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ടെങ്കിൽ, ആ പ്രവൃത്തി തീർന്നു പോയിട്ടില്ല. ആ പ്രവൃത്തി യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നോക്കൂ, ആ 20-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് തന്നെ ആമേൻ സ്തോത്രം തൻ്റെ ജനത്തെ മിസ്രയീമിലെ മറ്റു മനുഷ്യരിൽ നിന്ന് വിടുവിച്ച ദൈവത്തെക്കുറിച്ച് വിവരിച്ചുകൊണ്ടാണ്. ആമേൻ പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് അഥവാ മാനുഷികമായ ബന്ധനങ്ങളിൽ നിന്ന്, പിശാചിൻ്റെതായ ബന്ധനങ്ങളിൽ നിന്ന് വിടുവിച്ച ദൈവം. ഇന്ന് ഈ സമയം എനിക്കൊപ്പമായിരിക്കുന്ന പ്രിയരെ, ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പരാതികൾ കാണും, നമുക്കൊരുപാട് പരിഭവങ്ങൾ കാണും, നമ്മൾക്ക് പിറുപിറുക്കേണ്ട ഒത്തിരി സന്ദർഭങ്ങൾ കാണും. എന്തുകൊണ്ട് പരാതി വരുന്നു, എന്തുകൊണ്ട് പരിഭവം വരുന്നു, എന്തുകൊണ്ട് പിറുപിറുപ്പ് വരുന്നു? നമ്മൾ ഇന്നത്തെ അതേ ദൈനംദിന ജീവിതത്തിൽ പലതും ദൈവസന്നിധിയിൽ ഒരപ്പനോട് മക്കൾ ചോദിക്കുന്നത് പോലെ ചോദിക്കും. അതാണല്ലോ പ്രാർത്ഥന. പലപ്പോഴും ആമേൻ പ്രാർത്ഥനകൾക്ക് നാം വിചാരിക്കുന്ന സമയത്ത് തന്നെ ചില വിഷയങ്ങൾക്കെങ്കിലും മറുപടി കിട്ടാതെ വരാം. ആമേൻ. അതിനർത്ഥം ദൈവം പ്രാർത്ഥന കേൾക്കത്തില്ല എന്നല്ല. നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മിൽ നിന്ന് പ്രാർത്ഥനയുടെ സ്വരം ഉയർന്നിട്ടുണ്ടെങ്കിൽ, നിശ്ചയമായും ഈ ലോകത്തിൽ തന്നെ അതിന് മറുപടിയുണ്ട്. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, പ്രാർത്ഥനയുടെ ശബ്ദം നിന്റെ തൊണ്ടയിൽ നിന്ന് ഉയർന്നിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. നിശ്ചയമായും ഈ ലോകത്തിൽ തന്നെ മരിച്ച് മണ്ണടിഞ്ഞ് പോയതിനു ശേഷമല്ല, ഈ ലോകത്തിൽ നീ ജീവിച്ചായിരിക്കുന്ന പ്രാർത്ഥനയ്ക്ക് കാരണമാകും വിധത്തിൽ ഇല്ലായ്മയും കഷ്ടതയും കണ്ണുനീരും നിരാശയും വേദനയും അനുഭവിച്ച ഇതേ ലോകത്തിൽ സഹോദരി, അതേ നിന്റെ കുടുംബത്തിനകത്ത്, ഇതേ നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ, നിന്റെ സാമ്പത്തിക മേഖലയിൽ നീ കരഞ്ഞു തീർത്ത രാത്രികൾക്ക് പ്രതിഫലം തരുന്ന, കരഞ്ഞു തീർത്ത രാത്രികൾക്ക് മറുപടി തരുന്ന ഒരു ദൈവം, ആ ദൈവം ഇന്നും ജീവിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥനകൾക്ക് നിശ്ചയമായി മറുപടിയുണ്ട്. കേൾക്കണമേ. എന്നാൽ ചില പ്രാർത്ഥനകൾക്ക് മറുപടി താമസിക്കുമ്പോൾ പെറുപെറുപ്പുണ്ടാകും. പല പ്രാർത്ഥനകൾക്കും മറുപടി ആമേൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് കിട്ടാതെ വരുമ്പോൾ ആമേൻ പരിഭവമായും പരാതിയായും അത് നമ്മിൽ നിന്ന് ഉയരാറുണ്ട്. അവിധത്തിൽ ഒരു പക്ഷേ നിങ്ങൾ പല പ്രാർത്ഥനകൾ
പ്രാർത്ഥനകൾക്ക് മറുപടി താമസിക്കുന്നത് കൊണ്ട്, കിട്ടാത്തത് കൊണ്ടല്ല, മറുപടി താമസിക്കുന്നത് കൊണ്ട്, നിങ്ങളുടെ കാത്തിരിപ്പിന്റെ സീസണിൽ നിങ്ങൾ ആയിരിക്കുന്നത് കൊണ്ട് പരാതിയും പരിഭവവും പിറുപിറുപ്പുമായി ഇരിക്കുന്നുവെങ്കിൽ കേൾക്കണമേ, ഇന്ന് നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നതിന് കാരണം ഇന്ന് നിങ്ങൾ പ്രതീക്ഷയോടെ ചോദിച്ചായിരിക്കുന്നതിലും വലിയതൊന്ന് ഇന്നലകളിൽ എൻ്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തതുകൊണ്ടാണ്. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നീ ചോദിക്കുന്നതിലും വലിയതൊന്ന് ദൈവം നിനക്ക് വേണ്ടി ചെയ്തതുകൊണ്ടാണ് ഇന്ന് നീ ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കുന്നത്. ആമേൻ. നോക്കൂ, ഇസ്രായേൽ ജനം അവരുടെ പരിതാപകരമായ അവസ്ഥ, അവർ പാലായനത്തിൽ പെട്ടിരിക്കുന്നു, അടിമകളായി പലപ്പോഴും പിടിക്കപ്പെടേണ്ട അവസ്ഥയിലായി തീർന്നിരിക്കുന്നു, രാജ്യം ഛിന്നാഭിന്നമായി തീർന്നിരിക്കുന്നു, വലിയ പ്രതിസന്ധി കടന്നു പോകുന്നു, വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. ഒരു വശത്ത് ബാബേൽ രാജാവിന്റെ ആക്രമണ ഭീതിയിലായിരിക്കുന്നു, മറുവശത്ത് ചെറിയ ചെറിയ രാജ്യങ്ങളൊക്കെ ഇസ്രായേലിനെ ആക്രമിക്കുന്നു, യഹൂദായെ ആക്രമിക്കുന്നു. വല്ലാത്ത പ്രതിസന്ധിയിലായിരിക്കുന്ന ജനത്തെ ആമേൻ പ്രവാചകനിലൂടെ ദൈവം ഓർമ്മിപ്പിക്കുകയാണ്. ഒരു നാളിൽ മിസ്രയീമിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നവനായ ഞാൻ ഇന്നും അതേ ദൈവമായി നിങ്ങൾക്കൊപ്പം തുടരുന്നു. ആമേൻ. ആവർത്തിച്ചു പറയട്ടെ, ഇന്നലകളിൽ ആമേൻ സ്തോത്രം, മിസ്രയീമിന്റെ അടിമത്വത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന ദൈവം, ആമേൻ, മാനുഷികമായ പൈശാചികമായ ബന്ധനങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന ദൈവം, അടിമ കൂടുകളെ പൊളിച്ച് ശത്രു നിങ്ങൾക്ക് വിരോധമായി കെട്ടി ഉയർത്തിയ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളെ ഇളക്കി നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന ദൈവം, ആ ദൈവം ഇന്നും ജീവിക്കുന്നു. അവൻ നിങ്ങൾക്ക് വേണ്ടി ആമേൻ അത്ഭുതങ്ങളെ ഇന്നും പ്രവർത്തിക്കും. ഓ രാധാരാ ശക. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നിലേക്ക് തിരിഞ്ഞു നോക്ക്. ആമേൻ. ദേശത്തിലെ മന്ത്രവാദികൾ നിനക്ക് പിൻപിൽ ഭയപ്പെട്ട നാളുകളുണ്ട്. പിൻപിലേക്ക് തിരിഞ്ഞു നോക്ക്. ക്ഷുദ്ര പ്രയോഗകന്മാർ നിനക്ക് മുമ്പിൽ ഭയപ്പെട്ട് പത്തി മടർക്കിയ നാളുകളുണ്ട്. ആമേൻ. നിന്നെ തകർത്ത് കളയുവാൻ, നിന്നെ മുടിച്ചു കളയുവാൻ എഴുന്നേറ്റ ദുഷ്ടന്മാരുടെ കൂട്ടം ലജ്ജിച്ച് തലകുനിച്ച നാളുകളുണ്ട്. ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ ജനത്തെ ആമേൻ പ്രവാചകനിലൂടെ ദൈവം ഓർമ്മിപ്പിക്കുകയാണ്. ആമേൻ. നിങ്ങൾ ഇന്നായിരിക്കുന്ന അവസ്ഥ പരിതാപകരമാണ്, ഏറ്റവും സങ്കടകരമാണ്. പക്ഷേ നിങ്ങൾ തിരിച്ചറിയുക, മിസ്രയീമിൽ നിങ്ങൾ കഷ്ടത അനുഭവിച്ച 430 വർഷം ഉണ്ടായിരുന്നു. ആമേൻ. 430 വർഷം മനുഷ്യർ നിങ്ങളെ അടിമകളാക്കി വെച്ചു. നോക്കൂ എങ്ങനെയാണ് ആമേൻ ഇത്ര വലിയൊരു ജനവിഭാഗത്തെ ആമേൻ മിസ്രയീമിയർക്ക് അടിമകളാക്കി വെക്കുവാൻ കഴിഞ്ഞത്. മിസ്രയീം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പ്രദേശമാണ്. അന്ന് ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിയരെ അടിമകളാക്കി വച്ചിരിക്കുന്ന സമയത്ത് പോലും ആമേൻ സ്തോത്രം, ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിന് തത്തുല്യമായ എണ്ണത്തിനൊത്തവണ്ണമുള്ള ആൾബലം ഇല്ലാത്തവരാണ് മിസ്രയീമിയരെ. സ്തോത്രം, ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിയരെ പോലെ കായബലം ഇല്ലാത്തവരാണ്. ആമേൻ. അതുകൊണ്ടാണല്ലോ പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ സൂതി കർമ്മിണിമാർ വന്ന് ആമേൻ സ്തോത്രം രാജാവിനോട് അറിയിക്കുന്നത്, ഇസ്രായേൽ സ്ത്രീകൾ തിറമിടുക്കുള്ളവർ, അവർ ഒന്ന് പ്രസവിച്ച് എഴുന്നേൽക്കുന്നത് പോലും ആരും അറിയത്തില്ല, അത്രമാത്രം ശരീരമുള്ളവർ, പുഷ്ടിയുള്ളവർ, ആരോഗ്യമുള്ളവർ. എന്നാൽ എങ്ങനെയാണ് ആമേൻ നീണ്ട വർഷങ്ങൾ ഈ ജനത്തെ ഈ ഫറവോനും അവന്റെ ജനവും അടിമകളാക്കി വെച്ചത്? ഉത്തരം ലളിതമാണ്. മിസ്രയീമിലെ മന്ത്രവാദികൾ, മിസ്രയീമിലെ ശകുനവാദികൾ, മിസ്രയീമിലെ ക്ഷുദ്ര പ്രയോഗകന്മാർ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾക്ക് ബലമില്ലാത്തത് കൊണ്ടല്ല, ആമേൻ, നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന ശത്രുവിനോട് നിങ്ങൾക്ക് എതിർത്ത് നിൽക്കുവാൻ കഴിയാത്തത് കൊണ്ടല്ല, സാഹചര്യങ്ങളെ നിങ്ങൾക്ക് ജയിക്കുവാൻ ആമേൻ നിങ്ങൾക്ക് ബലം പോരാത്തത് കൊണ്ടല്ല, നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് മനുഷ്യനാണല്ല, അവന് പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തിയാലത്രേ. ഇന്ന് ഈ സമയം ഒരിക്കൽ കൂടി ആവർത്തിച്ച് വിളിച്ചു പറയട്ടെ, നിനക്ക് അതിജീവിക്കുവാൻ കഴിയാത്ത പ്രശ്നത്തിന് മുമ്പിൽ തളർന്നും തലകുനിച്ച് നിരാശയോടെ ആയിരിക്കുമ്പോൾ തിരിച്ചറിയ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട്. ആ പൈശാചിന്റെ പദ്ധതികളെ തകർത്ത് 10 ദേവി ദേവന്മാരോട് യുദ്ധം നടത്തി തന്റെ ജനത്തെ മിസ്രയീമിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദേശത്തിൽ നിനക്ക് തകർച്ചയും നിനക്ക് കണ്ണുനീരും നിനക്ക് വേദനയും പ്രദാനം ചെയ്യുന്ന, സന്തോഷമായി സമാധാനമായി ജീവിക്കുവാൻ അനുവദിക്കാത്ത വിധത്തിൽ ജീവിച്ച് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയാത്ത വിധത്തിൽ നല്ലതെന്ന് കരുതി നല്ലത് സംഭവിക്കുന്നു കരുതി ചെയ്യുന്നതിനെ ഒക്കെയും നാശത്തിനും തകർച്ചയ്ക്കും കണ്ണുനീരിനും കാരണമാക്കി തീർക്കുന്ന മിസ്രയീമിയ മന്ത്രവാദികളുടെ പോരാട്ടത്താൽ ബാധിക്കപ്പെട്ട അവസ്ഥയിൽ നീ ആയിരിക്കുന്നുവോ? കേൾക്ക്, ആ ദേശത്തിലെ മന്ത്രവാദി നിനക്ക് മുമ്പിൽ ജയിക്കത്തില്ല. ഇന്ന് രാത്രിയിലും ആവർത്തിച്ച് വിളിച്ചു പറയട്ടെ, ഒരു മന്ത്രവാദിയും നിന്നെ ജയിക്കത്തില്ല, ഒരു ക്ഷുദ്ര പ്രയോഗകനും നിന്നെ ജയിക്കത്തില്ല, ഒരു ആഭിചാരകനും നിന്നെ ജയിക്കത്തില്ല. നീ ദൈവത്തിന്റെ ജനമായതുകൊണ്ട്, നീ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായതുകൊണ്ട്, നീ ദൈവത്തിന്റെ സന്നിധി വിശ്വസ്തയോടെ ആയിരിക്കുന്നത് കൊണ്ട് ഒരു മന്ത്രവാദിക്കും ഒരു ക്ഷുദ്ര പ്രയോഗകനും ഒരു
ആഭിചാരകനും നിന്നെ ജയിക്കുവാൻ കഴിയത്തില്ല. അവന്റെ മന്ത്രവാദ കളത്തിൽ നിന്ന്, അവന്റെ മന്ത്രവാദ പുരയിൽ നിന്ന് പല കൈമറിഞ്ഞ് നിന്റെ ഉള്ളിൽ കടത്തപ്പെട്ടത് ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ ദുരിതങ്ങൾ സമ്മാനിച്ചുവെങ്കിൽ, മരണകരമായ അനുഭവങ്ങളെ സമ്മാനിച്ചുവെങ്കിൽ, കേൾക്ക്, ഈ രാത്രി നിലനിൽപ്പില്ലാതെ വണ്ണം സകല ദുഷ്ട വ്യാപാരങ്ങൾ നിന്റെ മേൽ നിന്ന് അഴിഞ്ഞു മാറുക. വാക്കിനാൽ പ്രവൃത്തിയാൽ കെട്ടി ബന്ധിച്ച സകല ബന്ധനങ്ങൾ തലമുറകളുടെ ഭാവിക്ക് വിരോധമായി, കുടുംബത്തിലെ സന്തോഷങ്ങൾക്ക് വിരോധമായി, നന്മകൾക്ക് വിരോധമായി, നല്ലത് പ്രാപിക്കുവാനും നല്ലത് അനുഭവിക്കുവാനും കഴിയാത്ത വിധത്തിൽ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് പൂജാകർമ്മങ്ങളിലൂടെ ആചാര അനുഷ്ഠാനങ്ങളിലൂടെ ബന്ധിച്ചു കെട്ടിയ സകല കെട്ടുകളും ഈ രാത്രിയിൽ അഴിഞ്ഞു മാറുക. ആമേൻ, ഹല്ലേലൂയ. മിസ്രയീമിലെ ശകുനവാദികളോട്, ക്ഷുദ്ര പ്രയോഗകന്മാരോട്, ആഭിചാരകന്മാരോട് യുദ്ധം ചെയ്ത ദൈവം, ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ഓ റീഥേനെ ഷന്തോർഗന, യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. മാനുഷികമായിട്ടല്ല ആമേൻ അവർ ബന്ധിക്കപ്പെട്ടത്, അവരുടെ ആരോഗ്യം ബന്ധിക്കപ്പെട്ടത്, അവരുടെ എണ്ണ കൂടുതൽ, എണ്ണ ചുരുക്കമുള്ള ആമേൻ ജനത്താൽ ബന്ധിക്കപ്പെട്ടത് ആമേൻ ദേശത്തിൽ വ്യാപരിച്ച പൈശാചിക മണ്ഡലങ്ങളാൽ, ആ പൈശാചിക മൂർത്തികളെ ഉപാസിക്കുന്ന ഉപാസകന്മാരാലാണെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയും. ആ ശത്രുവിന്റെ പക്കൽ നിന്ന് ആമേൻ ആ ശത്രു കെട്ടി ഒരുക്കിയ കൂടുകളെ പൊളിച്ച് ദൈവം അവരെ ഒരു നാൾ പുറത്തു കൊണ്ടുവന്നു. ഇന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, ഇന്നലകളിൽ അവിധത്തിൽ ബന്ധിക്കപ്പെട്ട അനുഭവത്തിൽ നിന്ന്, ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് എൻ്റെ ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവന്നതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കുന്നത്. ആമേൻ. പിശാച് അടിമയാക്കി വെച്ച സ്ഥാനത്ത് നിന്ന്, മനുഷ്യൻ നിങ്ങളെ ഒതുക്കിയ സ്ഥാനത്ത് നിന്ന് നീ പുറത്തു വരരുതെന്ന്, നീ നന്മ പ്രാപിക്കരുതെന്ന്, നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത് നീ അത് കണ്ടെത്തരുതെന്ന്, നിന്റെ പിതാക്കന്മാരിലൂടെ നീ കേട്ടത്, നിന്റെ ഇന്നലകളിലെ കണ്ണുനീരിന്റെ കഷ്ടതയുടെ മധ്യത്തിൽ ദൈവം നിന്നോട് അരുളി ചെയ്തത് നീ പ്രാപിക്കരുതെന്ന് പറഞ്ഞ് മനുഷ്യനും പിശാചും ചേർന്ന് കെട്ടി ഒതുക്കിയ സ്ഥാനത്ത് നിന്ന് എന്റെ ദൈവം ഇന്നലകളിൽ നിന്നെ പുറത്തു കൊണ്ടുവന്നത് കൊണ്ടാണ്. ഓ റാഥാന ശഖ റദരെ ശന്ധാർഗന മാതാവേ, നീ ഇന്ന് നിന്റെ തലമുറയെ കുറിച്ചോർത്ത് കരയുന്നുണ്ട്. കേൾക്ക്, ആ തലമുറയുടെ ഇന്നത്തെ ആയുസ് പോലും എന്റെ ദൈവം തന്നതാ. ആമേൻ. പല തവണ അവളെ വഴിയിൽ തകർത്ത് കളയുവാൻ തക്കവണ്ണം ശത്രുവായവൻ ഒരുക്കിയ പദ്ധതികൾ, ആശുപത്രി കിടക്കയിൽ തകർത്ത് കളയുവാൻ തക്കവണ്ണം വെല്ലുവിളിച്ച പൈശാചിക മണ്ഡലങ്ങൾ അവിടെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ എന്റെ ദൈവം അവനെ അവളെ പുറത്തു കൊണ്ടുവന്നു എങ്കിൽ, അത് നിന്നെ പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ, ആ ദൈവം നിന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയിട്ടില്ല. ഇനിയും അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ഒരു ആശുപത്രി കിടക്കയിലും ശത്രു ആഗ്രഹിക്കുന്നത് പോലെ നീ തീർന്നു പോകുവാൻ എന്റെ ദൈവം അനുവദിക്കും. ഓ റാഥാന ശഖാരദരെ ശന്ധാരകന ദീപൽ ഭൗഡ ശന്ധോർഗന, യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ, സ്തോത്രം. ആ ദൈവത്തിന്റെ സ്നേഹത്തെ അവിടെ ഇരമ്യാവിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആമേൻ, സ്തോത്രം. അടിമത്വത്തിൽ അഥവാ കാരാഗ്രഹത്തിന്റെ അനുഭവത്തിലായിരിക്കുമ്പോഴും ഇരമ്യാവ് പറയുകയാണ്, ഇന്നലകളിൽ മിസ്രയീമിലെ അടിമത്വത്തിൽ നിന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്ന ഒരു ദൈവം, ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ആ ദൈവം ഇന്നും പ്രതീക്ഷയായി എൻ്റെ മുൻപിലുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, പിന്നെയും കഷ്ടങ്ങളിലായിരിക്കാം നിങ്ങളായിരിക്കുന്നത്, പിന്നെയും പ്രതീക്ഷകളെ നഷ്ടപ്പെടുത്തുന്ന, നിരാശയും കണ്ണുനീരും വേദനയും അടിക്കടി സമ്മാനിക്കുന്ന അനുഭവങ്ങളിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്. കേൾക്കണമേ, ഇന്നലകളിൽ നിങ്ങളെ വിടുവിച്ച ദൈവം, ആ ദൈവം ഇന്നും നിങ്ങൾക്കൊപ്പമുണ്ട്. അതെ, ഈ അവസ്ഥയിൽ നിങ്ങൾ ഒടുങ്ങിപ്പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ആമേൻ. കാവൽപുര മുറ്റത്ത് ആമേൻ, ഓ സ്തോത്രം, ഇരമ്യാവിനെ ഒടുങ്ങിപ്പോകുവാൻ അനുവദിക്കാതെ പുറത്തു കൊണ്ടുവന്ന ദൈവം നീ ഇന്നായിരിക്കുന്ന ആമേൻ സ്തോത്രം, ആ സ്തോത്രം വീഴ്ത്തപ്പെട്ട അനുഭവത്തിൽ, ആ ബന്ധിക്കപ്പെട്ട അനുഭവത്തിൽ, ആ തകർക്കപ്പെട്ട അനുഭവത്തിൽ തീർന്നു പോകുവാൻ, നശിച്ചു പോകുവാൻ അനുവദിക്കത്തില്ല. അവൻ നിശ്ചയമായും നിന്നെ പുറത്തു കൊണ്ടുവരും. ആമേൻ. ഇന്നലകൾ അത്ഭുതം ചെയ്ത കർത്താവ് നിശ്ചയമായും നിന്നെ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ആമേൻ, സ്തോത്രം. നോക്കൂ, മിസ്രയീമിൽ ദൈവത്തിന്റെ ജനം ആമേൻ സ്തോത്രം അവരുടെ പൂർവ്വ പിതാവായ ആബ്രഹാമിന്റെ അനുസരണക്കേടിനാൽ ആമേൻ ആബ്രഹാം കഴിച്ച യാഗത്തിൽ വന്ന വീഴ്ചയെ തുടർന്ന് അവർ അടിമത്വത്തിൽ ആയിത്തീർന്നു. ആമേൻ. ആ പാപത്തിൽ നിന്ന് ദൈവം അവരെ വീണ്ടെടുത്തു. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്നലകളിൽ പലപ്പോഴും ബന്ധിക്കപ്പെട്ടത് ആമേൻ സ്തോത്രം, ഓ സ്തോത്രം, പാപത്തിന്റെ ആ പിടിയിലാണ്. ആമേൻ. പാപ
പ്രവൃത്തികളാലാണ്. അവിടെ ആ പാപത്തിന് നമ്മെ വിട്ടുകൊടുക്കാതെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി നൽകി അവനിലൂടെ രക്ഷ ഒരുക്കിയ ദൈവം, ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ആമേൻ, സ്തോത്രം. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, ആമേൻ. ആ പാപങ്ങളിൽ തീർന്നു പോകാതെ, അനുസരണക്കേടിൽ തീർന്നു പോകാതെ, അതിക്രമങ്ങളിലും അകൃത്യത്തിലും നശിച്ചു പോകാതെ സ്വന്തം പുത്രനെ നൽകി നമ്മെ വീണ്ടെടുത്ത ദൈവം, ആ ദൈവത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, സ്വന്തം പുത്രനെ ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ നമുക്ക് നൽകിയവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? യേശുവിനെ നമ്മുടെ പാപ പരിഹാരത്തിനായി നൽകിയവൻ, യേശുവിനെ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി നൽകിയവൻ അവനോടുകൂടെ സകലത്തെയും നൽകാതിരിക്കുമോ? ഇന്ന് നീ കണ്ണുനീരോടെ കാത്തിരിക്കുന്ന, ഇന്ന് നീ പ്രാർത്ഥനയോടെ നോക്കിയിരിക്കുന്ന ഒരു വിഷയത്തിന് പോലും പെൻഡിങ് വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. യേശുവിനെ നിനക്ക് വേണ്ടി തന്നവൻ, നിന്റെ പാപത്തിന് പരിഹാരമായി യേശുവിനെ തന്നവൻ, നിന്റെ വീഴ്ചകൾക്ക് പരിഹാരമായി യേശുവിനെ തന്നവൻ, അവനോടുകൂടെ നിന്റെ ആവശ്യങ്ങൾക്ക് പരിഹാരം നിശ്ചയമായും വരുത്തുക തന്നെ ചെയ്യും. ആമേൻ. പാപത്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്നവൻ, അടിമത്വത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നവൻ, മിസ്രീമിന്റെ കായബലത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നവൻ. ആമേൻ, സ്തോത്രം. മന്ത്രവാദികളുടെ, ശകുനവാദികളുടെ പൈശാചിക ശക്തികളിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്ന ദൈവം, ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ആമേൻ. ഈ പ്രതിസന്ധിയിൽ നീ അവസാനിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. സഹോദരി, ഇവിടെ നീ അവസാനിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്നലകളിൽ വിശ്വസ്തനായിരുന്നവൻ ഇന്നും നിനക്കൊപ്പമുണ്ട്. ഇന്നലകളിൽ നിന്നെ കൈവിടാത്തവൻ ഇന്നും നിനക്കൊപ്പമുണ്ട്. ഇന്നലകളിൽ നിന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാത്തവൻ ഇന്നും നിനക്കൊപ്പമുണ്ട്. ഇന്നലകളിൽ തകർന്നു പോകുവാൻ അനുവദിക്കാത്തവൻ, നീ മരണത്തിനായി നിലവിളിച്ച രാത്രികൾ പോലും കണ്ണടയ്ക്കാതെ, എല്ലാ മനുഷ്യരും ഉറങ്ങിയപ്പോൾ നിനക്ക് വേണ്ടി ഉറങ്ങാതെ കാത്തിരുന്ന എൻ്റെ യേശു നിനക്കൊപ്പം. യേശുവിൻ നാമത്തിൽ ആ ദൈവസ്നേഹം തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആരുടെയൊക്കെ ഉള്ളം വിങ്ങുന്നുണ്ട്. ആമേൻ. ഞാൻ മരണത്തിനായി നിലവിളിച്ച രാത്രികളുണ്ട് കർത്താവേ. ആ രാത്രികളിൽ നീ എന്നെ ഏൽപ്പിച്ചു കൊടുത്തില്ല. ആ രാത്രികളിൽ നീ മുഖം മറച്ചില്ല. ആ രാത്രികളിൽ നീ കൈ പിൻവലിച്ചില്ല. ആ രാത്രികളിൽ നീ മയങ്ങിപ്പോയില്ല. അതുകൊണ്ട് ഇന്ന് ഞാനായിരിക്കുന്നു. അങ്ങനെ എന്നെ കേൾക്കുന്നുവെങ്കിൽ തിരിച്ചറിയ. ആമേൻ. അന്ന് കണ്ണടച്ചു കളയാത്ത ദൈവം, അന്ന് നിന്നെ മുഖം മറയ്ക്കാത്ത ദൈവം ഇന്നും, ആമേൻ, ഇനിയും അവൻ മുഖം മറയ്ക്കത്തില്ല. നിന്നെ അവൻ വിട്ടുകൊടുക്കത്തില്ല. നിന്നെ അവൻ പിശാചിന് വിട്ടുകൊടുക്കത്തില്ല. പിശാചിന്റെ ഇഷ്ടങ്ങൾക്ക് വിട്ടുകൊടുക്കത്തില്ല. നിന്നെ അവൻ മനുഷ്യന്റെ പദ്ധതികൾക്ക് വിട്ടുകൊടുക്കത്തില്ല. നിന്നെ തകർന്നു പോകുവാൻ എൻ്റെ ദൈവം വിട്ടുകൊടുക്കത്തില്ല. നിന്റെ നശിച്ചു പോകുവാൻ, തകർന്നു പോകുവാൻ എൻ്റെ ദൈവം, ആമേൻ, നിന്നെ വിട്ടുകൊടുക്കത്തേ ഇല്ല. ഇതേ കാവൽപുര മുറ്റത്തിന്റെ അനുഭവത്തിൽ ഒരുപക്ഷെ ഈ ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ ആയിരുന്ന ഒരു സാഹചര്യം പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. വലിയ പ്രതീക്ഷയോടെ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ കണ്ട്, ആമേൻ, ദൈവം ഒരുക്കിയ ആ വിടുതൽ അനുഭവിച്ച് മിസ്രയീമിൽ നിന്ന് പുറത്തു വന്ന ജനം, എന്നാൽ പെട്ടെന്ന് അവർക്ക് മുമ്പിൽ അവർ പ്രതീക്ഷിക്കാതെ വഴിമുടക്കുന്ന ചെങ്കടലിന്റെ അനുഭവം. ജനം പേടിച്ചു. ആമേൻ. അവരുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു. അവർ ഭയന്നു. മോശയെ വിളിച്ച് പരാതി പറയുവാനായിട്ട് തുടങ്ങി. മോശേ, നീ ഞങ്ങളെ, ആമേൻ, മിസ്രയീമിൽ ശവക്കുഴി ഇല്ലാത്തത് കൊണ്ടാണോ ഈ മരുഭൂമിയിൽ കൊണ്ടുവന്നത്? ഈ ചെങ്കടലിൽ ഞങ്ങളെ മുക്കിക്കളയുവാനാണോ നീ കൊണ്ടുവന്നത്? വലിയ പ്രതിസന്ധി നിറഞ്ഞ അനുഭവം. ഇന്നും ആരോ നിലവിളിക്കുന്നുണ്ട്, ദൈവമേ, ഞാൻ ഇത്രമാത്രം കരഞ്ഞ്, ഞാൻ ഇത്രമാത്രം പ്രാർത്ഥിച്ച് ഇറങ്ങി തിരിച്ചിട്ടും ഈ ചെങ്കടലാണല്ലോ എനിക്ക് മുൻപിലുള്ളത്. ഈ പ്രതീക്ഷ നഷ്ടപ്പെടുന്ന അനുഭവമാണല്ലോ എനിക്ക് മുൻപിലുള്ളത്. മുൻപോട്ട് പോകുവാൻ കഴിയാതെ, പിൻപോട്ട് തിരിഞ്ഞു നോക്കുവാൻ കഴിയാതെ, പിന്നാലെ വരുന്ന ഫറവോന്റെ ഈ സൈന്യത്തിന്റെ കുതിര കുളമ്പടിയുടെ ഒച്ച കേട്ട്, ആമേൻ, ചുഴറ്റി വീശപ്പെടുന്ന സ്തോത്രം ചമ്മട്ടിയുടെ ശബ്ദം കേട്ട് ഭയന്ന് വിറച്ചു നിന്ന ജനത്തോടായി പുറപ്പാട് പുസ്തകം 14-13 മോശയിലൂടെ ദൈവം അറിയിച്ചു. ആമേൻ, സ്തോത്രം. ഉറച്ചു നിൽപ്പീൻ, ഭയപ്പെടേണ്ട. ഇന്ന് കണ്ട മിസ്രയീമിനെ നിങ്ങൾ ഇനി ഒരു നാളും കാണത്തില്ല. ഈ വൈകിയ വേളയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, ഇന്ന് കണ്ട മിസ്രയീമിനെ, നിന്നെ വേട്ടയാടുന്ന മിസ്രയീമിനെ, നിന്റെ മുൻപോട്ടുള്ള വഴി തടസ്സപ്പെടുത്തുന്ന മിസ്രയീമിനെ, മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ ഇനി എന്തിന് ജീവിക്കുന്നു എന്ന് പോലും ചിന്തിക്കുമാർ പല രാത്രികളിലും കരഞ്ഞു തളരുന്ന എൻ്റെ ജീവിതത്തിൽ നല്ലതൊന്നും കാണുവാനില്ലെന്ന്, എൻ്റെ കുടുംബത്തിനകത്ത് നല്ലതൊന്നും നടക്കുന്നില്ല എന്ന്, എനിക്ക് അനുഗ്രഹിക്കപ്പെട്ടതൊന്നും പ്രാപിച്ച് സന്തോഷിക്കുവാൻ കഴിയുന്നില്ല എന്ന് നിരാശയോടെ, വേദനയോടെ, ഉറക്കം പോലും നഷ്ടപ്പെട്ടായിരിക്കുന്ന സഹോദരി, നിന്നോട് തന്നെ ആ രാത്രികളിൽ നീ വീണു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആ മിസ്രയീമിനെ, നിന്നെ ഭയപ്പെടുത്തുന്ന, നാളെയെക്കുറിച്ച് ഉത്കണ്ഠ കൊണ്ടുവരിക്കുന്ന, നാളെ എന്തായി
തീരുമെന്ന്, എങ്ങനെ ഞാൻ എൻ്റെ മക്കളെ വളർത്ത്, എങ്ങനെ ഞാൻ ജീവിക്കും, എനിക്കാരുമില്ല എന്ന് നിലവിളിയോടെ ഭാരത്തോടെ ആയിരിക്കുന്ന നിന്നോട് തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഈ വൈകിയ വേളയിൽ വിളിച്ചു പറയട്ടെ, ഇന്ന് കണ്ട മിസ്രയീമിനെ ഇനി ഒരു നാളും നീ കാണത്തില്ല. ഇന്ന് കണ്ട മിസ്രയീമിനെ നീ ഒരു ദൈവ പൈതൽ ആയതുകൊണ്ട്, നീ അവന്റെ ശബ്ദം കേൾക്കുന്നത് കൊണ്ട്, നീ അവന്റെ സന്നിധിയിൽ ആയിരിക്കുന്നത് കൊണ്ട് ആ മിസ്രയീമിനെ നീ കാണത്തില്ല. പിന്നാലെ പിന്തുടരുന്ന ചില വർഷങ്ങളായി നിന്നെ വിടാതെ നിനക്കുള്ളത് കവർന്ന്, നിന്റെ തലമുറകളുടെ സന്തോഷത്തെ കവർന്ന്, നിന്റെ തലമുറകളെ പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ ചില സ്ഥാനങ്ങളിൽ ചിലരുടെ വാക്കുകൾക്ക് കീഴിൽ അടിമകളാക്കി ഒതുക്കിക്കൊട്ടുന്ന ആ മിസ്രയീമ്യ വ്യാപാരത്തെ യേശുവിൻ നാമത്തിൽ ആവർത്തിച്ച് വിളിച്ചു പറയട്ടെ. പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ വിദ്യാഭ്യാസമുണ്ട്, അറിവുണ്ട്, കാര്യപ്രാപ്തിയുണ്ട്, ചില മുറിക്കകങ്ങളിൽ ഒതുങ്ങിക്കൊടുന്ന, ചില ഇടങ്ങളിൽ നാലാളുകളുടെ മധ്യത്തിൽ ഒതുങ്ങിക്കൊടുന്ന നിന്റെ തലമുറയെ, നിന്റെ ഭർത്താവിനെ അവരുടെ പിന്നാലെ വിടാതെ പിന്തുടരുന്ന ആ മിസ്രയീമിനെ ഇനി നീ കാണത്തില്ല. റാഥേനെ ഷന്ധാരകന ദീപൽ ബൗഡ ഷന്ധാരകന പുറത്തു വരുവാൻ, നന്മ പ്രാപിക്കുവാൻ കഴിയാത്ത വിധത്തിൽ, നല്ലത് അനുഭവിക്കുവാൻ കഴിയാത്ത വിധത്തിൽ അവരുടെ അധ്വാനത്തെ 430 സംവത്സരം കൊണ്ട് കവർന്നു മുടിച്ച ദേശത്തിലെ വ്യാപാരം കേൾക്ക്. നീ അധ്വാനിക്കുന്നുണ്ട്, നീ കഷ്ടപ്പെടുന്നുണ്ട്, നല്ലതായി അനുഭവിക്കുവാൻ വേണ്ടത് കരങ്ങളിൽ വരുന്നുണ്ട്. എന്നാൽ മാസാവസാനം എവിടെയെന്ന് ചോദിക്കുമാർ കരങ്ങളെ ശൂന്യമാക്കി കളയുന്ന സഹോദര, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നിന്റെ കരങ്ങളെ ശൂന്യമാക്കുന്ന, നിന്റെ നന്മകളെ ചിതറിച്ചു കളയുന്ന, അധ്വാനിച്ചത് എവിടെയെന്ന്, എൻ്റെ അധ്വാനത്തിന്റെ ഫലം എവിടെയെന്ന്, എൻ്റെ കഷ്ടപ്പാടിന്റെ ഫലം എവിടെയെന്ന്, എൻ്റെ കാത്തിരിപ്പിന്റെ ഫലം എവിടെയെന്ന് ഒഴിഞ്ഞ കയ്യിലേക്ക് നോക്കി ഈ ധാര പലരുടെയും പരിഹാസ വാക്കുകൾ കേട്ട് തലകുനിക്കുന്ന നിന്റെ അവസ്ഥയ്ക്ക് ഇന്ന് എൻ്റെ യേശു അറുതി വരുത്തുക. ആ മിസ്രയീം ചില വർഷങ്ങളായി നിന്നെ വിടാതെ പിന്തുടരുന്ന, ബാധ്യതക്കാരനാക്കി നിന്നെ നിർത്തുന്ന, ബാധ്യതക്കാരിയാക്കി നിന്നെ നിർത്തുന്ന, കടത്തിന് മേൽ കടമാക്കി ഈ കടം എന്ന് തീരും, ഈ പലിശക്കടം എന്ന് തീരും. നീ പലരുടെയും മുമ്പിൽ സ്തോത്രം മുഖം കാണിക്കുവാൻ കഴിയാതെ ഒളിച്ചു നടക്കുക. ഈ മിസ്രയീമിനെ നീ ഇനി ഒരു നാളും കാണത്തില്ല. ആവർത്തിച്ചു വിളിച്ചു പറയട്ടെ, ആ മിസ്രയീമിനെ നീ കാണത്തില്ല. നിന്നെ നിന്നയാക്കുന്ന, നിന്നെ കടക്കാരനാക്കുന്ന, നിന്നെ കടക്കാരിയാക്കുന്ന, പലരെയും കാണാതെ ഒളിച്ചു നടക്കുമാറാക്കുന്ന ആ മിസ്രയീമിനെ യേശുവിൻ നാമത്തിൽ എനിക്കറിയത്തില്ല, ആമേൻ, നിന്നെ അത് വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. ചിലരുടെ ഫോൺ കോൾ നിന്നെ ഭയപ്പെടുത്തുന്നുണ്ട്, ചിലരുടെ മെസ്സേജുകൾ നിന്നെ ഭയപ്പെടുത്തുന്നുണ്ട്, ചിലരുടെ ഓർമ്മ പോലും നിന്നെ ഭയപ്പെടുത്തുന്നുണ്ട്. ആ മിസ്രയീമിനെ ഇനി നീ ഒരു നാളും കാണത്തില്ല. രാജ്യം വിട്ടുപോയിട്ട് പ്രിയ സഹോദരി, നിന്നെ ഭയപ്പെടുത്തുന്ന ആ മിസ്രയീമിനെ ഇനി ഒരു നാളും നീ കാണത്തില്ല. നിന്റെ ഭർത്താവിന് മേൽ അവകാശം പറഞ്ഞ്, നിന്റെ ഭാര്യയുടെ മേൽ അവകാശം പറഞ്ഞ്, നിന്റെ കുടുംബ ജീവിതത്തെ തകർത്ത് മറ്റുള്ളവർക്ക് പറഞ്ഞ് പരിഹസിക്കുവാൻ കാരണം Thank you Lord, thank you Jesus, hallelujah. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ചില അവകാശവാദങ്ങൾ, ആമേൻ, സ്തോത്രം. മിസ്രയീമിൽ ജനിച്ചു വീഴുന്നതിന് മേൽ അവകാശം പറഞ്ഞ ഫറവോന്യ മണ്ഡലം, സ്തോത്രം, യേശുവിൻ നാമത്തിൽ നിന്റെ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് മാത്രം നിന്റെ തലമുറകളുടെ മേൽ അവകാശം പറയുന്ന ആ വൈശാചിക മണ്ഡലം, ആ മിസ്രയീമ്യ ബന്ധനം ഇന്ന് ഈ വൈകിയ വേളയിൽ അഴിഞ്ഞു മാറുക. കുഞ്ഞിന് മേൽ കരം വെച്ച് പ്രാർത്ഥിക്കുക. സ്തോത്രം, നിന്നിൽ വന്നത് നിന്റെ തലമുറകളിലേക്ക് പടർന്നു കയറുന്ന അനുഭവത്തിന് ഇന്ന് രാത്രി എൻ്റെ കർത്താവ് അറുതി വരുത്തുക. നീ കണ്ട് ഭയപ്പെട്ട മിസ്രയീം നിന്റെ തലമുറകളെ ഇനി മുക്കിക്കളയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ഇനി ആ നൈൽ നദി നിന്റെ തലമുറകൾക്കുള്ളതല്ല. ഇനി ആ നൈലിലെ മഹാനക്രങ്ങൾക്ക് ആഹാരമായി നിന്റെ തലമുറകൾ നൈലിൽ മഹാനക്രങ്ങളുണ്ട്. കപ്പലിനെ പോലും തകർത്ത് കളയുവാൻ ശേഷിയുള്ള അനേക കുടുംബങ്ങളെ, ഉന്നത കുലജാതന്മാരെ, പേര് പെരുമ പ്രശസ്തിയുള്ള യുവാക്കളെ, സ്തോത്രം, കുടുംബനാഥന്മാരെ തകർത്ത് കളഞ്ഞ മ്ലേച്ഛത എന്ന നക്രം, ആമേൻ, പാപമെന്ന നക്രം, സ്തോത്രം, വ്യഭിചാരം എന്ന നക്രം, സ്തോത്രം, മദ്യപാനം എന്ന നക്രം, ലഹരി എന്ന നക്രം, പരാജയം എന്ന നക്രം, ആ നക്രത്തിന് ഇനി നിന്റെ തലമുറകളെ ഇട്ടുകൊടുക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കരയിൽ നിന്ന് കരയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇനി നിന്റെ യാത്രയിൽ നൈൽ ഇല്ല. എത്ര പേർ വിശ്വാസത്തോടെ സ്തോത്രം ആ ദൂത് ഏറ്റെടുക്കുക. ഇനി എൻ്റെ യാത്രയിൽ നൈലില്ല. ഇനി എൻ്റെ യാത്രയിൽ നൈലില്ല. മിസ്രയീമിന് പുറത്ത് നൈലില്ല. മരുഭൂമി കാണും, ശരിയാ. ആമേൻ. തീക്കൽ പാറയുടെ അനുഭവങ്ങൾ കാണും, ശരിയാ. മാറ കാണും, പക്ഷെ നൈലില്ല.
നൈലില്ല. തലമുറകളെ സ്തോത്രം നശിപ്പിക്കുന്ന നൈലില്ല. മഹാനക്രങ്ങൾ സ്തോത്രം പൂണ്ട് വിളയാടുന്ന നൈൽ നദി ഇല്ല. കപ്പലിനെ പോലും തകർത്ത് കളയുവാൻ ശക്തിയുള്ള വാലോടുകൂടിയ മഹാനത്രങ്ങളില്ല. അനേക കുടുംബങ്ങളെ തകർത്ത് കളഞ്ഞ, അനേക വ്യക്തികളെ നശിപ്പിച്ചു കളഞ്ഞ അനേക കുടുംബങ്ങളിലെ തീരാ കണ്ണുനീർ കാരണമായി തീർന്ന ആ മദ്യപാനമില്ല. ഈ രാത്രിയിലും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. സ്തോത്രം. ഇന്ന് കണ്ട മിസ്രയീമിനെ, നിന്നെ ഭയപ്പെടുത്തുന്ന മിസ്രയീമിനെ, ഇന്നലകളിൽ നിന്നെ തകർത്ത മിസ്രയീമിനെ, ഇന്നലകളിൽ നിന്റെ അധ്വാനത്തെ കൊള്ളയിട്ട മിസ്രയീമിനെ ഇനി നീ കാണത്തില്ല, ഇനി നീ കാണത്തില്ല. ഒരിക്കൽ കൂടി ആവർത്തിച്ച് വിളിച്ചു പറയട്ടെ, വിശ്വാസത്തോടെ ഏറ്റെടുക്ക. ഇനി നീ കാണത്തില്ല, ഇനി നീ കാണത്തില്ല. നീ ഉറച്ചു നിൽക്കുമെങ്കിൽ ഇനി നീ കാണത്തില്ല. സ്തോത്രം. യേശുവിൻ നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. ഭയന്നവരായി ആമേൻ. വലിയ പ്രതിസന്ധിയാണ്. ചെങ്കടലിന് മുമ്പിൽ അവർ പ്രതീക്ഷിച്ചതല്ല സംഭവിച്ചത്. അവർ പുറത്തു വരുവാൻ കഴിഞ്ഞപ്പോൾ ദൈവം ആമേൻ സ്തോത്രം മിസ്രയീമിലെ ദേവന്മാരോട് പ്രതികാരം ചെയ്തപ്പോൾ അവർ പ്രതീക്ഷിച്ചു, ഞങ്ങളുടെ പിന്നാലെ ഇനി ഈ ശത്രു വരത്തില്ല, ഞങ്ങൾ സ്വതന്ത്രരായി, ഞങ്ങൾ ഇനി സ്വാതന്ത്ര്യം അനുഭവിക്കും, ഞങ്ങൾ ഇനി ഞങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കും, ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ വളർത്തും, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളുടെ മക്കൾ വളരും. പക്ഷേ പെട്ടെന്ന് അപ്രതീക്ഷിതമായി വഴിയെ തടഞ്ഞുകൊണ്ട് ചെങ്കടൽ പിന്നാലെ അവരെ പിന്നെയും അടിമത്വത്തിൽ തന്നെ തള്ളിയിടുമെന്ന്, നിന്നെ വിടത്തില്ല എന്ന് വാദിക്കുന്ന ചില വർഷങ്ങളായി നിന്നെ വിടത്തില്ല എന്ന് വാദിച്ചുകൊണ്ട് ഓറിയാധാര രക്ഷപ്പെട്ടു എന്ന് നീ കരുതുമ്പോൾ, ഇതോടെ എല്ലാം തീർന്നു എന്ന് കരുതുമ്പോൾ, ഇതോടെ എൻ്റെ തലമുറ രക്ഷപ്പെടുമെന്ന്, ഇതോടെ എൻ്റെ കുടുംബം രക്ഷപ്പെടുമെന്ന്, ഇതോടെ എൻ്റെ മക്കൾ രക്ഷപ്പെടുമെന്ന്, ഇതോടെ എൻ്റെ കണ്ണുനീരിന് അറുതിയാകുമെന്ന് പ്രതീക്ഷയോടെ നീ നോക്കുമ്പോൾ സകലത്തെയും തകർത്തുകൊണ്ട് പിന്നാലെ കൂടുന്ന ആ മിസ്രയീമ്യ വ്യാപാരം കേൾക്ക്. ഇന്ന് ഈ വൈകിയ വേളയ്ക്കപ്പുറം ആ മിസ്രയീമിനെ നീ കാണത്തില്ല. വിശ്വസിക്കുന്ന പ്രാർത്ഥിക്കുന്ന സഹോദരി സഹോദര, ഈ വൈകിയ വേള എന്തിന് നിനക്കെന്റെ ദൈവം ഒരുക്കിയെന്ന് ചോദിച്ചാൽ നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ ആ മിസ്രയീമിനെ നീ കാണത്തില്ല. ആമേൻ. ആ ചെങ്കടൽ ഇന്ന് നിനക്ക് മുമ്പിൽ വഴി മാറുവാൻ പോകുക. മരണം കൊതിക്കുന്നവളാക്കി നിന്നെ മാറ്റിയ, മരിച്ചാൽ മതി എന്ന് ചിന്തിച്ചു മാറാക്കിയ ആ മിസ്രയീം ശഖ, ആ ചെങ്കടലിന്റെ അനുഭവം നിന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുക. ഉറച്ചു നിൽക്ക്. ആമേൻ. ദൈവത്തിന്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്ക്. ഉറച്ചു നിന്നവർക്ക് മുൻപിൽ ചെങ്കടൽ വഴിമാറി. ഉറച്ചു നിന്നവർക്ക് മുമ്പിൽ ആമേൻ ചെങ്കടൽ വഴിമാറുക മാത്രമല്ല, അവർക്ക് മുമ്പിൽ വഴിമാറിയ ചെങ്കടലിൽ പിന്നാലെ കൂടിയ മിസ്രയീമ്യർ മുങ്ങി ചത്തു. ആവർത്തിച്ച് പറയട്ടെ, അതേ സ്തോത്രം. ദൈവത്തിന്റെ ജനം കടന്നുപോയ അതേ വഴിയിൽ പിന്നാലെ കൂടിയ മിസ്രയീമ്യർ തകർന്നു പോയി. നീ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ തിരിച്ചറിയ, നീ കടന്നു പോകുന്ന വഴിയിൽ തന്നെ പിശാച് നിനക്ക് മുമ്പിൽ തകർന്നു വീഴും. ആമേൻ. പിന്തുടരുവാൻ കഴിയാത്ത വിധത്തിൽ വർഷങ്ങളായി പിന്തുടരുന്ന ആ ശത്രു, ആമേൻ, അത് മനുഷ്യനാകട്ടെ, അത് പിശാചാകട്ടെ, പിശാചിന്റെ ഇഷ്ടങ്ങൾ പ്രവർത്തിക്കുന്നവരാകട്ടെ, നിന്നെ പിടാതെ പിന്തുടരുന്ന ആ ശത്രു, നീ മുൻപോട്ടെങ്കിൽ നിശ്ചയമായും ആ ശത്രു പിൻപിൽ തകർന്നു വീഴും. ഇനിയും കണ്ണുനീരിന് കാരണമാകും വിധം ആ ശത്രു നിന്നെ പിന്തുടരത്തേ ഇല്ല. കാവൽപുരമുറ്റത്ത് തടവുകാരനായി പിടിക്കപ്പെട്ട അനുഭവത്തിൽ സ്തോത്രം യിരെമ്യാവ് പറയുകയാണ്, ആമേൻ, എൻ്റെ ദൈവമുണ്ടല്ലോ, ആ ദൈവം മിസ്രയീമിൽ നിന്ന്, ആമേൻ, സ്തോത്രം, മിസ്രയീമിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്ന, എൻ്റെ പിതാക്കന്മാരെ പുറത്തു കൊണ്ടുവന്ന ദൈവമാണ്. ഞാൻ കാവൽപുരമുറ്റത്ത് തടവുകാരനായിരിക്കാം, ശരിയാണ്, പക്ഷേ എൻ്റെ ദൈവം ഇപ്പോഴും തടവിലല്ല, അവൻ സ്വതന്ത്രനാണ്. അതുകൊണ്ട് നിശ്ചയമായി ഞാൻ സ്വാതന്ത്ര്യം പ്രാപിക്കുക തന്നെ ചെയ്യും. ഞാൻ ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരിക തന്നെ ചെയ്യും. ഇന്നലകളിൽ അത് ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന്, ഇന്നലകളിൽ പല ശീലങ്ങളുടെയും അടിമത്വത്തിൽ നിന്ന്, ലോകമോഹങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ ഇഷ്ടങ്ങളിൽ നിന്ന്, മനുഷ്യന്റെ പദ്ധതികളിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് നിലനിർത്തിയ ദൈവം, ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ഇന്നലകളിൽ അവൻ നിങ്ങളെ പുറത്തു കൊണ്ടുവന്നു എങ്കിൽ ഇന്ന് കാണുന്ന ചെങ്കടൽ കണ്ട് ഭയപ്പെടേണ്ട. ഈ ചെങ്കടലിനെ വിഭാഗിക്കുവാൻ തക്കവേണ്ട എൻ്റെ ദൈവം മോശ അയച്ചിട്ടുണ്ട്. ഈ ചെങ്കടലിനെ വിഭാഗിക്കുവാൻ തക്കവേണ്ട നിങ്ങൾക്കൊപ്പം തന്റെ അപേക്ഷിതനെ അയച്ചിട്ടുണ്ട്. കേൾക്ക്, ആ ചെങ്കടലിന് നിൽക്കുവാൻ കഴിയത്തേയില്ല. നോക്കൂ, യിരെമ്യാവ് വിളിച്ചു പറയുക, ആ ദൈവം ഇനിയും അത്ഭുതം പ്രവർത്തിക്കും. 32:20 പറയുന്നു, ആ ദൈവം ഇനിയും അത്ഭുതം പ്രവർത്തിക്കും. എൻ്റെ ദൈവം ഇനിയും നിങ്ങൾക്ക് വേണ്ടി വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ആമേൻ. യോഹന്നാൻ സുവിശേഷകൻ യേശുവിനെ കുറിച്ച് എഴുതി തുടങ്ങുമ്പോൾ, ആമേൻ, അന്ന്
താൻ കണ്ട ഒത്തിരി അത്ഭുതങ്ങൾ തൻ്റെ കൺമുമ്പിലുണ്ട്, ഒത്തിരി ദൈവ പ്രവർത്തികൾ തൻ്റെ കൺമുമ്പിലുണ്ട്. എന്നാൽ ആദ്യത്തെ അത്ഭുതമായി രേഖപ്പെടുത്തുവാൻ ആമേൻ തിരഞ്ഞെടുത്തത് കാനാവിലെ കല്യാണ വീട്ടിൽ യേശു ചെയ്ത അത്ഭുതമാണ്. യേശു ചെയ്ത അത്ഭുതത്തെ അടയാളമായി യോഹന്നാൻ രേഖപ്പെടുത്തി. യോഹന്നാൻ വിളിച്ചു പറയുന്നു, ആമേൻ, ആ ഭവനം അവർ പ്രതീക്ഷിച്ച തകർച്ച അവിടെ കടന്നു വരുവാൻ യേശു അനുവദിച്ചില്ല. യോഹന്നാൻ 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ മനോഹരമായൊരു ഭവനം മനോഹരമായി അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. കാനാ എന്ന ദേശത്ത് ആ ഭവനത്തിനകത്ത് ദേശവാസികളൊക്കെ കൂടി വന്നിരിക്കുന്നു. അവർ കൂടി വന്നിരിക്കുന്നത് ആ ഭവനത്തിന്റെ സന്തോഷം പങ്കുപറ്റുവാനാണ്. ആ ഭവനത്തിൽ ഒരു വിവാഹം നടക്കുവാൻ പോകുന്നു. യഹൂദന്മാരുടെ ആചാരപ്രകാരം ചില ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വിവാഹ സൽക്കാരം. ആ സന്തോഷത്തിൽ പങ്കുചേരുവാൻ, ബന്ധങ്ങൾ പുതുക്കുവാൻ, കുശലം പറയുവാനായി കടന്നു വന്ന ഒത്തിരി പേർ അവരുടെ സന്തോഷത്തെ വർദ്ധിപ്പിക്കുവാൻ, സന്തോഷത്തിന് മാറ്റുകൂട്ടുവാൻ തക്കവണ്ണം ഭവനത്തിനകത്ത് സ്വരുക്കൂട്ടിയിരുന്ന വീഞ്ഞെന്ന ഭക്ഷണ പാനീയം, യഹൂദന്മാരുടെ ഭക്ഷണത്തിൽ ഏറ്റവും പ്രധാന സ്ഥാനം അർഹിക്കുന്ന ആമേൻ പദാർത്ഥം, പാനീയം, ആമേൻ വചനം പറയുന്നു, പെട്ടെന്ന് ആമേൻ വീഞ്ഞു തീർന്നു പോയി. കേട്ടവർ മുഖത്ത് വിരൽ വെച്ച് കാണണം. കാരണം ആ ഭവനത്തിന്റെ സന്തോഷം നഷ്ടപ്പെടുവാൻ പോകുന്നു. ആ ഭവനം ഒരു ദുഃഖത്തിന്റെ ഭവനമായി മാറുവാൻ പോകുന്നു. ആ ഭവനം ഒരു ഭാഗ്യമില്ലാത്ത ഭവനമായി, ഒരു വിവാഹം പോലും മനോഹരമായി നടത്തുവാൻ കഴിയാത്ത ഭവനമായി. ആരോ കേട്ട് കരയുന്നുണ്ട്. ഒരു വിവാഹം പോലും, മക്കളുടെ വിവാഹം നേരെ നടത്തുവാൻ കഴിയാത്ത, മക്കളുടെ അനുഗ്രഹമായ ഭാവി കാണുവാൻ കഴിയാത്ത നീ ശപിക്കപ്പെട്ടവളെന്ന്. ഓ രാധാര എന്തുണ്ടായിട്ട് കാര്യം? നിന്റെ മക്കളുടെ നല്ല ജീവിതം നിനക്ക് കാണുവാൻ കഴിയുന്നില്ലല്ലോ. നിന്റെ കുടുംബത്തിൽ ഒരു നല്ലത് കാണുവാൻ കഴിയുന്നില്ലല്ലോ. നിന്റെ ഭവനത്തിനകത്ത് ഒരു സന്തോഷം അനുഭവിക്കുവാൻ കഴിയുന്നില്ലല്ലോ. നീ ശപിക്കപ്പെട്ടവളെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്ന ചില വാക്കുകൾ ഇന്ന് ഈ വൈകിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ. ഒളിഞ്ഞും തെളിഞ്ഞും നീ കേൾക്കുന്ന ശാപത്തിന്റെ ചില വാക്കുകളെ എന്റെ യേശു ഇന്ന് രാത്രി ക്യാൻസൽ ചെയ്യുക. ആമേൻ. യേശുവിൻ നാമത്തിൽ. കാനായിൽ ശാപം നിൽക്കുവാൻ എന്റെ യേശു അനുവദിക്കത്തില്ല. കാരണം അവിടെ കല്യാണ വീട്ടിൽ യേശുവുണ്ട്. നിനക്കൊപ്പം യേശു ഉണ്ടെങ്കിൽ ആ ശാപം നിൽക്കത്തില്ല. ആ ഇല്ലായ്മ മുഖാന്തരമുള്ള ശാപം നിൽക്കത്തില്ല. വീഞ്ഞു തീർന്നു പോയത് മുഖാന്തരമുള്ള ശാപം നിൽക്കത്തില്ല. നീ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന ആ വലിയ തകർച്ച മുഖാന്തരമുള്ള നീ പ്രതീക്ഷിക്കാത്തത് നിന്റെ ഭവനത്തിനകത്ത് സംഭവിച്ചു. നീ പ്രതീക്ഷിക്കാത്തത് നിന്റെ ഭവനത്തിനകത്ത് നടന്നു. അത് മുഖാന്തരം വേദനപ്പെട്ട് ഭാരപ്പെട്ടായിരിക്കുന്നുവോ? കേൾക്ക്, എന്റെ യേശു നിനക്കൊപ്പം ഉള്ളത് കൊണ്ട് അവൻ അത്ഭുതം ചെയ്യും. കാനായിലെ കല്യാണ വീട്ടിൽ അത്ഭുതം ചെയ്ത് ആ കല്യാണ വീട്ടിലെ സന്തോഷത്തെ നിലനിർത്തിയവൻ നിന്റെ ഭവനത്തിലെ സന്തോഷത്തെ നിലനിർത്തും. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, ആ സന്തോഷം തോർന്നു പോകുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ദേശത്തിലെ ശപിക്കപ്പെട്ട ഭവനമായി നിന്റെ ഭവനം മാറുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ തലമുറകൾ ആമേൻ ഭാഗ്യം കെട്ടവരെന്ന് പറയുവാൻ എന്റെ ദൈവം നീ കഴിവില്ലാത്തവളെന്ന്, നിന്റെ ഭർത്താവ് കഴിവില്ലാത്തവനെന്ന് പറഞ്ഞ് മറ്റുള്ളവർ പരിഹസിക്കുവാൻ എന്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. അവൻ അത്ഭുതം പ്രവർത്തിക്കും. ഇരമ്യാവിന് സംശയമില്ല. ഞാൻ സ്തോത്രം ആമേൻ കാവൽപുരമുറ്റത്ത് തടവുകാരനായിരിക്കാം, പക്ഷേ എന്റെ ദൈവം ഇന്നലകളിൽ അത്ഭുതം പ്രവർത്തിച്ചവൻ, മിസ്രയീമിൽ നിന്ന് തന്റെ ജനത്തെ പുറത്തു കൊണ്ടുവന്നവൻ, ആ ദൈവം ഇന്നും ജീവിക്കുന്നു. അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. നോക്കൂ, സ്തോത്രം നിർത്തുന്നില്ല. കേൾവിക്കാരോടായി ഇരമ്യാവ് പറയുക, അവൻ വെറുതെ അത്ഭുതം പ്രവർത്തിക്കുമെന്നല്ല. അതേ സ്തോത്രം വാക്യത്തിൽ പറയുന്നു, ആമേൻ, അവൻ അത്ഭുതം പ്രവർത്തിച്ച് ഒരു പേര് സമ്പാദിക്കും. എന്താണ് ആ പേര്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അത്ഭുത മന്ത്രി. എനിക്കും നിനക്കും ഒരു ദൈവമുണ്ട്. ആവർത്തിച്ചു പറയട്ടെ, കേൾക്ക്, എനിക്കും നിനക്കും ഒരു ദൈവമുണ്ട്. ആമേൻ. അവൻ അത്ഭുതം പ്രവർത്തിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. കേൾക്ക്, നിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ച് എന്റെ ദൈവം ഒരു പേര് സമ്പാദിക്കും. നിന്റെ ജീവിതത്തിൽ എന്റെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. നീ യേശുവുള്ളവനാണെങ്കിൽ, നീ യേശുവുള്ളവളാണെങ്കിൽ, നീ യേശുവിനോടൊപ്പം ജീവിക്കുന്നവനാണെങ്കിൽ, നീ യേശുവിന് വേണ്ടി നിന്റെ ജീവിതം വച്ചു കൊടുത്തവളാണെങ്കിൽ, ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, ഒരു കേൾവിക്കാരിയായിട്ടല്ല, ഒരു കേൾവിക്കാരനായിട്ടല്ല, യേശുവിന് വേണ്ടി ജീവിതം വച്ചു കൊടുത്തവനായി നീ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവൻ അത്ഭുത മന്ത്രി എന്ന് നിന്റെ ജീവിതം കണ്ട് ലോകം നിസ്സംശയം വിളിച്ചു പറയും. നിനക്ക് വേണ്ടി അവൻ അത്ഭുതം പ്രവർത്തിക്കും. ആമേൻ. നിന്റെ ജീവിതം നീ അവന് വെച്ചു
കൊടുത്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ യേശുവിന് നിന്റെ ജീവിതം നീ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിശ്ചയമായും ആവർത്തിച്ചു വിളിച്ചു പറയട്ടെ, ആമേൻ, അവൻ നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ഈ രാത്രിയിലും ആമേൻ, നിങ്ങൾ യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം വച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ, പാട്ടുകാരൻ പാടിയതുപോലെ അങ്ങയേക്കാൾ ഒന്നിനെയും ഞാൻ സ്നേഹിക്കത്തില്ല എന്ന്, അധികമായി സ്നേഹിക്കത്തില്ല എന്ന്, ഈ ലോകത്തിലെ നന്മയെ സ്നേഹിക്കത്തില്ല എന്ന്, ഈ ലോകത്തിലെ സന്തോഷത്തെ സ്നേഹിക്കത്തില്ല എന്ന്. യേശുവേ, എനിക്ക് അങ്ങയേക്കാൾ അധികം മറ്റൊന്നും വേണ്ട, എനിക്ക് അങ്ങയെ മതി, എനിക്ക് അങ്ങയോടൊപ്പമുള്ള ജീവിതം മതി. ഈ ദുഷ്ടലോകത്തിൽ തകർക്കുന്ന മനുഷ്യരെക്കാൾ എനിക്ക് എൻ്റെ യേശുവേ അങ്ങ് മതി. ഈ രാത്രി വിളിച്ചു പറയേ, നീ യേശുവിന് വേണ്ടി നിന്റെ ജീവിതം വച്ചു കൊടുക്കുമെങ്കിൽ, നിന്റെ ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിക്കുമെങ്കിൽ, അവന്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കുമെങ്കിൽ, അവൻ അത്ഭുത മന്ത്രിയായി, വീരനാം ദൈവമായി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. നിന്റെ ജീവിതത്തെ യേശുവിന് വേണ്ടി സമർപ്പിക്കുവാൻ തയ്യാറാണോ? ഈ രാത്രി ആവർത്തിച്ച് ചോദിക്കട്ടെ, നിന്റെ ജീവിതത്തെ യേശുവിന് വേണ്ടി സമർപ്പിക്കുവാൻ തയ്യാറാണോ? അവൻ ആമേൻ നിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ച് അവൻ അത്ഭുത മന്ത്രി എന്ന പേര് സമ്പാദിക്കും, പേര് സമ്പാദിക്കും. 32:21 പ്രവാചകൻ പിന്നെയും വിളിച്ചു പറയുന്നു, അവൻ നിനക്ക് വേണ്ടി കരം നീട്ടും. എൻ്റെ ദൈവം നിനക്ക് വേണ്ടി കരം നീട്ടും. ആമേൻ, എൻ്റെ ദൈവം നിനക്ക് വേണ്ടി കരം നീട്ടും. നിന്റെ കരം ചെന്നെത്താട്ടണത്ത്, എന്തിന്? നിന്റെ നിഴൽ പോലും വീഴാത്ത സ്ഥാനത്ത് എൻ്റെ യേശു നിനക്ക് വേണ്ടി കരം നീട്ടും. ഈ രാത്രി വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ടോ? നിന്റെ തലമുറ ബാധിക്കപ്പെട്ട സ്ഥാനത്ത്, നിന്റെ കുടുംബം ബന്ധിക്കപ്പെട്ട സ്ഥാനത്ത്, നിന്റെ നന്മകൾ സ്റ്റക്കായി നിൽക്കുന്ന സ്ഥാനത്ത്, ഓർ ഈ ധാര ഷകാരതരെ ഷന്ധാരകന നന്മയായി തീരേണ്ടത് പുറത്തു വരുവാൻ കഴിയാതെ ആയിരിക്കുന്ന സ്ഥാനത്ത് എൻ്റെ ദൈവം നിനക്ക് വേണ്ടി കരം നീട്ട്. എൻ്റെ ദൈവം നിനക്ക് വേണ്ടി കരം നീട്ട്. നയീനിലെ പട്ടണത്തിൽ നിന്ന് ശവപ്പറമ്പിലേക്ക്, കൂടാരത്തിന്റെ പുറത്തേക്ക്, പട്ടണത്തിന് പുറത്തേക്ക് ഏകജാതനായ പുത്രന്റെ ശവമഞ്ചവും സ്തോത്രം വലിച്ചുകൊണ്ട് വിലാപമായി കടന്നുപോയവർ, ആമേൻ സ്തോത്രം, യേശു ആ മഞ്ചത്തിൽ തൊട്ടപ്പോൾ, യേശു മഞ്ചത്തിന് നേരെ കൈ നീട്ടിയപ്പോൾ, വിരുന്ന് വീടിന്റെ സന്തോഷത്തോടെ മടങ്ങിയെങ്കിൽ, ഇന്ന് ഈ സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നിന്റെ ഭർത്താവിന് നേരെ എൻ്റെ യേശു കൈ നീട്ടും, നിന്റെ മക്കളുടെ നേരെ എൻ്റെ യേശു കൈ നീട്ടും, നിന്റെ നന്മകളുടെ മേലെ എൻ്റെ യേശു കൈ നീട്ടും, നിന്റെ ഭാവിക്ക് നേരെ എൻ്റെ യേശു കൈ നീട്ടും, നിന്റെ മക്കളുടെ ഭാവിക്ക് നേരെ എൻ്റെ യേശു കൈ നീട്ടും. അവരെ എങ്ങനെ വളർത്തും, അവരെങ്ങനെ ജീവിക്കും, ഞാൻ എങ്ങനെ മുൻപോട്ട് പോകും, നിനക്കതറിയത്തില്ല. പക്ഷെ കേൾക്ക്, എൻ്റെ യേശു കൈ നീട്ടും, എൻ്റെ യേശു കൈ നീട്ടും, എൻ്റെ യേശു കൈ രാധീഷാകാരതരെ യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ സ്തോത്രം. അവനറിയാം എൻ്റെ ദൈവം കരം നീട്ടും. കാരണം വചനം പറയുന്നു, അവൻ നീട്ടിയ കരം കൊണ്ട്, ബലമുള്ള ഭുജം കൊണ്ട് മിസ്രയീമിലെ അടിമക്കൂട് പൊട്ടിച്ച് തൻ്റെ ജനത്തെ പുറത്തു കൊണ്ടുവന്നവനാണ്. എൻ്റെ ദൈവം കരം നീട്ടും, അവൻ നിനക്ക് വേണ്ടി കരം നീട്ടും. എത്ര പേർ വിശ്വാസത്തോടെ ഈ രാത്രി വിളിച്ചു പറയും, എൻ്റെ യേശു എനിക്ക് വേണ്ടി കരം നീട്ട്, എൻ്റെ യേശു എനിക്ക് വേണ്ടി കരം നീട്ട്, എൻ്റെ യേശു എനിക്ക് വേണ്ടി കരം. നീട്ടപ്പെടുന്നവന്റെ കരത്തിന്റെ ശക്തി നീ അനുഭവിക്കുവാൻ പോകുക. നീട്ടപ്പെടുന്നവന്റെ കരത്തിന്റെ ശക്തി നിന്റെ കുടുംബം അനുഭവിക്കുവാൻ പോകുക. നീട്ടപ്പെടുന്നവന്റെ കരത്തിന്റെ ശക്തി നിന്റെ പ്രിയപ്പെട്ടവർ അനുഭവിക്കും. യേശുവിൻ നാമത്തിൽ കാവൽപുര മുറ്റം കണ്ട് ഭയപ്പെടരുത്, തടവിലാക്കപ്പെട്ട അവസ്ഥ കണ്ട് ഭയപ്പെടരുത്. ഇന്നലകളിൽ നിന്നെ വീണ്ടെടുത്ത കർത്താവ്, ആ ദൈവം ഇന്ന് നിനക്കൊപ്പമുണ്ട്. സഹോദരി, ഇന്നലകളിൽ നിന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാത്ത കർത്താവ്, ഇന്നലകളിൽ മരണത്തിന് നിലവിളിച്ച രാത്രികളിൽ കണ്ണടയ്ക്കാത്ത കർത്താവ്, ഇന്നും ആ ദൈവം നിനക്കൊപ്പമുണ്ട്. അതെ, ഈ പ്രതിസന്ധിയിൽ നീ തകർന്നു പോകുവാൻ സഹായിക്കുവാൻ ആരുമില്ല, അറിയുവാൻ ആരുമില്ല, ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ് തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അവൻ നിനക്ക് വേണ്ടി കരം നീട്ടും. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ സന്തോഷത്തോടെ പറയട്ടെ, എൻ്റെ ദൈവം നിനക്ക് വേണ്ടി കരം നീട്ടും. ആമേൻ, എൻ്റെ ദൈവം നിനക്ക് വേണ്ടി കരം നീട്ടും. നീ മുട്ടിയിട്ടും കൊട്ടിയിട്ടും തട്ടിയിട്ടും തുറക്കാത്ത വാതിലുകൾ യേശു കരം നീട്ടുമ്പോൾ തുറക്ക. അവന്റെ കരങ്ങളിൽ ആർക്കും സ്തോത്രം അടയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ തുറക്കുവാൻ കഴിയുന്ന, ആർക്കും തുറക്കുവാൻ കഴിയാത്ത വിധത്തിൽ അടയ്ക്കുവാൻ കഴിയുന്ന ദാവീദിന്റെ താക്കോലുണ്ട്. എൻ്റെ ദൈവത്തിന്, എൻ്റെ യേശുവിന് നിനക്ക് വേണ്ടി ആർക്കും അടയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ ചിലത് തുറന്നു തരുവാൻ കഴിയും. എൻ്റെ ദൈവത്തിന്, എൻ്റെ യേശുവിന് നിന്റെ തലമുറയ്ക്ക് വേണ്ടി ആർക്കും അടയ്ക്കുവാൻ കഴിയാത്ത, ഇന്നലകളിൽ ആർക്കും അടയ്ക്കുവാൻ പലരും അടച്ചു
കളഞ്ഞതുപോലെയല്ല ഇനി ആർക്കും അടച്ചു കളയുവാൻ കഴിയാത്തത് നിന്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ ദൈവം തുറന്നു തരും. നിന്റെ തലമുറകൾക്ക് വേണ്ടി എൻ്റെ ദൈവം തുറന്നു തരും. നിന്റെ മുൻപോട്ടുള്ള ജീവിതത്തിന് വേണ്ടി എൻ്റെ ദൈവം തുറന്നു തരും. എൻ്റെ ദൈവം കരം നീട്ടും. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ. നോക്കൂ 32:22 ആമേൻ. പ്രവാചകൻ വിളിച്ചു പറയുന്നു, അവൻ വാഗ്ദത്തം നിവർത്തിക്കും, അവൻ കരം നീട്ടും, അവൻ വാഗ്ദത്തം നിവർത്തിക്കും. ഈ സ്തോത്രം ആമേൻ. സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് നെഞ്ചത്ത് കൈവച്ച് വിളിച്ചു പറയട്ടെ, നിങ്ങളോട് എന്തെങ്കിലും ദൈവം ആമേൻ ദൈവത്തിന്റെ വചനത്തിലൂടെ അവന്റെ അഭിഷിക്തനിലൂടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടതിൽ ഒന്നുപോലും നിവർത്തിയാകാതെ പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ വിശ്വസ്തയുടെ അവനൊപ്പമാണെങ്കിൽ നിങ്ങൾ കേട്ടത് നിവർത്തിക്കും, നിങ്ങൾ കേട്ടത് നിവർത്തിക്കും. സഹോദരാ, നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും. ആരൊക്കെ ഒതുക്കിയാലും ആരൊക്കെ മാറ്റി നിർത്തിയാലും നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും. സഹോദരി, നീ കുടുംബത്തിന്റെ സന്തോഷം കാണും. നീ കാരണം തകർന്നു എന്ന്, നീ കാരണം തകർച്ച വന്നു എന്ന് പറഞ്ഞവർ കാണുക. യേശുവിൻ നാമത്തിൽ ആമേൻ. സ്തോത്രം. നീ വാഗ്ദത്തം പ്രാപിക്കും, നീ കേട്ടത് പ്രാപിക്കും. ആമേൻ. നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചത്, നീ ദൈവസന്നിധിയിലായിരിക്കുന്നത് പ്രതീക്ഷയോടെ ആമേൻ സ്തോത്രം നോക്കിയായിരിക്കുന്ന വാഗ്ദത്തം നീ പ്രാപിക്കും. ആമേൻ സ്തോത്രം. ഒരുപക്ഷേ കേട്ട വാഗ്ദത്തത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, ദൈവദാസനെ ഏതോ വാഗ്ദത്തം ഞാൻ കേട്ടു, അതിൽ ഞാൻ സന്തോഷിക്കേണ്ടതുണ്ടോ? എന്നാൽ എന്താണ് വാഗ്ദത്തം? അബ്രഹാമിനോട് ചോദിച്ചാൽ അബ്രഹാം പറയും 75 വർഷം ആമേൻ അതിൽ വിവാഹം കഴിഞ്ഞ് 19 വർഷം മക്കളില്ലാതെ ഞാൻ ജീവിച്ചു. എൻ്റെ ആവശ്യം എനിക്ക് തലമുറകൾ വേണം. ആമേൻ. ദൈവം എന്നോട് ഒരു ദിവസം പറഞ്ഞു, ഞാൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്, വാക്കുമാറാത്തവനാണ്. എൻ്റെ വാഗ്ദത്തം നിന്റെ തലമുറകളാണ്. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, എന്താണോ നിന്റെ ആവശ്യം അതാണ് എൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദത്തം. നീ ആവശ്യഭാരത്തോടെ ആയിരിക്കുന്നത് വാഗ്ദത്തമായി തന്ന് നിവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ ആവശ്യഭാരത്തോടെ, നീ എന്തില്ലാത്തത് കൊണ്ട് കരയുന്നുവോ, എന്തില്ലാത്തത് കൊണ്ട് നീണ്ട വർഷങ്ങളായി നീ കരയുന്നുവോ, എന്തില്ലാത്തത് കൊണ്ട് നീണ്ട വർഷങ്ങളായി നീ വേദന അനുഭവിക്കുന്നുവോ, എന്തില്ലാത്തത് കൊണ്ടാണോ നീ സങ്കടപ്പെട്ടായിരിക്കുന്നത്, വാഗ്ദത്തമായി അത് നിന്റെ ജീവിതത്തിൽ തരുന്ന ഒരു ദൈവമുണ്ട്. ഓ യേശുവിൻ നാമത്തിൽ അവൻ കരം നീട്ട് വാഗ്ദത്തം നിവർത്തിക്കും. 6-ാമതായി പറഞ്ഞു നിർത്തട്ടെ. ആമേൻ സ്തോത്രം. നീ അതിൽ കടക്ക്, അതിനെ കൈവശമാക്കും. യേശുവിൻ നാമത്തിൽ നീ അതിൽ കടക്കും. ആമേൻ. നീ വാഗ്ദത്തത്തിൽ കടക്കും. നീ ആഗ്രഹിച്ചായിരിക്കുന്നതിൽ നീ കടക്കും. ആമേൻ. ആ നല്ലതിൽ നീ പ്രവേശിക്കും. നീ അത് കൈവശമാക്കും. ഇന്നലകളിൽ ശത്രു കൈവശമാക്കിയതിനെ നീ തിരികെ പിടിക്കും. നിന്റെ ജീവിതത്തിലെ സന്തോഷത്തെ നീ തിരികെ പിടിക്കും. നന്മകളെ നീ തിരികെ പിടിക്കും. ഓ ആമേൻ. ഹല്ലേലൂയ. നീ അത് കൈക്കലാക്കും. ആമേൻ. ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് ഈ രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഓ സ്തോത്രം. എൻ്റെ ദൈവത്താൽ ദാവീദിനെ പോലെ വിളിച്ചു പറയാമോ, ഞാൻ മതിൽ ചാടിക്കടക്കും. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. വാഗ്ദത്തത്തിന് തടസ്സമായി ഒരു ശത്രുവിനും ഒരു മനുഷ്യനും ഒരു പിശാചിനും നിൽക്കുവാൻ കഴിയത്തില്ല. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരം നീട്ടും. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെങ്കടലുകളെ വിഭാഗിക്കും. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി മാറയെ മധുരമാക്കും. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി തീക്കൽ പാറയെ ജലസമൃദ്ധിയുള്ള തടാകമാക്കി മാറ്റും. വിശ്വാസത്തോടെ വിളിച്ചു പറയ, യേശുവേ ഞാൻ അതിൽ കടക്കും. എൻ്റെ വാഗ്ദത്തത്തിൽ ഞാൻ കടക്കും. നിന്റെ അവകാശത്തിൽ നീ കടക്കും. ആവർത്തിച്ചു പറയട്ടെ, നിന്റെ അവകാശത്തിൽ നീ കടക്കും. ആ ഭവനത്തിൽ നീ കടക്കും. ഓ അതിനെ നീ കൈവശമാക്ക്. നിന്റെ തലമുറകളുടെ ഭാവിയെ നീ കൈവശമാക്ക്. നിന്റെ ആത്മീയ ജീവിതത്തെ നീ കൈവശമാക്കും. ഇന്നലകളിൽ ശത്രു കൈവശമാക്കിയതിനെ, ഇന്നലകളിൽ ശത്രു കവർന്നെടുത്ത് നിനക്ക് വിരോധമായി നിൽക്കുന്ന നിന്റെ നന്മകളെ നീ കൈവശമാക്കുവാൻ പോകുക. ഇന്ന് ഈ വൈകിയ വേളയിൽ ആ സന്തോഷത്തെ നീ കൈവശമാക്കുവാൻ പോകുക. ആ നന്മയെ നീ കൈവശമാക്കുവാൻ പോകുക. ആമേൻ. നിന്റെ അവകാശത്തെ നീ പ്രാപിച്ചെടുക്കേണ്ട നിന്റെ അവകാശത്തെ ഒരുമിച്ച് ആ കർത്താവിൻ്റെ വിളിച്ചു പറ, യേശുവേ എൻ്റെ അവകാശത്തിൽ എനിക്ക് കാൽ വയ്ക്കണം. യേശുവേ എനിക്ക് എൻ്റെ അവകാശത്തെ കൈക്കലാക്കണം. യേശുവേ ഞാൻ കേട്ട ഒരു വാഗ്ദത്തം പോലും നഷ്ടപ്പെട്ടു പോകരുത്. ഓ സ്തോത്രം. ഒരുമിച്ച് എഴുന്നേറ്റ് നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. ഈ രാത്രിയിലും വാഗ്ദത്തം ചെയ്തവൻ വിശ്വാസ ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നാട്ടെ. ആ നല്ല കർത്താവിന്റെ സന്നിധി ആമേൻ വിളിച്ചു പറയ, യേശുവേ എനിക്ക് ഇന്നത് കൈവശമാക്കണം. എൻ്റെ സന്തോഷം എനിക്ക് കൈവശമാക്കണം. ശത്രു എന്നിൽ നിന്ന് കവർന്നെടുത്ത സന്തോഷം, ശത്രു എന്നിൽ നിന്ന് കവർന്നെടുത്ത അനുഗ്രഹം, ശത്രു എന്നിൽ നിന്ന് കവർന്നെടുത്ത നന്മ അതെനിക്ക് കൈവശമാക്കണം. നിന്റെ തലമുറകളുടെ ഭാവിയെ നീ കൈവശമാക്കുവാൻ പോകുക. നിന്റെ കുടുംബത്തിന്റെ സന്തോഷം
സന്തോഷത്തെ നീ കൈവശമാക്കുവാൻ പോകുക. നിന്റെ മക്കളുടെ മുൻപോട്ടുള്ള ജീവിതത്തെ നീ കൈവശമാക്കുവാൻ. Thank you Lord, thank you Jesus, thank you Holy Spirit. നാന്ദി കർത്താവേ, നാന്ദി യേശുവേ. പ്രാർത്ഥനയോടെ ആ നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. കരങ്ങളെ തട്ടി അന്യഭാഷകള് കർത്താവിനെ സ്തുതിക്കുവാൻ കഴിയുന്നവർ പാടിയ കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഓ സ്തോത്രം. അവൻ കരം നീട്ടുവാൻ, ചെങ്കടൽ വിഭാഗിക്കപ്പെടുവാൻ. യെസ്. ഓ താങ്ക് യു ലോർഡ്. കരങ്ങളെ തട്ടി. ഓ ഹല്ലേലൂയ. ആരും മൗനമായിരിക്കരുത്. ഓ ഈ ഇന്ന് രാത്രി വന്നതുപോലെ മടങ്ങുവാൻ. ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വാരികയില്ല. ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വാരികയില്ല. ബാധനിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, ബാധനിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല. ചെങ്കടൽ പിളർന്നു വഴി തരും, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ചെങ്കടൽ പിളർന്നു വഴി തരും, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറൂ. എരിഹോ നിൻ മുൻപിൽ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ ആർപ്പിടുമ്പോൾ. എരിഹോ നിൻ മുൻപിൽ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ ആർപ്പിടുമ്പോൾ. മിസ്രൈമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വാരികയില്ല. ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വാരികയില്ല. ബാധനിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, ബാധനിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കുകയില്ല, ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കുകയില്ല, ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. വിചാരം യാക്കോബിനു ബാധിക്കുകയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനു കേൾക്കുകയില്ല. യാക്കോബിനു ബാധിക്കുകയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനു കേൾക്കുകയില്ല. ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വാരികയില്ല. ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വാരികയില്ല. ബാധനിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, ബാധനിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല. മലകളെ മെതിച്ചു നോക്കുമവർ, കുന്നുകളെ തവിടും പൊടിയാക്കിടും. മലകളെ മെതിച്ചു നോക്കുമവർ, കുന്നുകളെ തവിടും പൊടിയാക്കിടും. നായകൻ നിന്റെ കൂടിയിരിക്കുമ്പോൾ മനുഷ്യ ശക്തികൾ നിന്നെ തൊടുകയില്ല. നായകൻ നിന്റെ കൂടിയിരിക്കുമ്പോൾ മനുഷ്യ ശക്തികൾ നിന്നെ തൊടുകയില്ല. ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല, ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല, ഇന്നു വരികയില്ല. ബാധനിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, ബാധനിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല. ചെങ്കടൽ പിളർന്നു വഴി തരും, യോർദാൻ
രണ്ടായി പിരിഞ്ഞു മാറോ ചെങ്കടൽ പിളർന്നു വഴി തരും യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറോ എരിഹോ നിന്നുണ്ടിൽ ഇടിഞ്ഞു വീഴോ യേശുവിൻ നാമത്തിൽ ആർപ്പിടുമ്പോൾ എരിഹോ നിന്നുണ്ടിൽ ഇടിഞ്ഞു വീഴും എല്ലാ ബന്ധനങ്ങളെ വഴിക്കുന്ന ചങ്ങലകളെ വിവാദിക്കുന്ന ഘട്ടങ്ങളെ പൊട്ടിക്കുന്ന ബാധ്യതകളെ എല്ലാ ബാധ്യതകളും മാറിപ്പോകട്ടെ, എല്ലാ ബാധയും അഴിച്ചാടട്ടെ, എല്ലാ ആവിഷ്കാരങ്ങളും തകർക്കപ്പെടട്ടെ, എല്ലാ ക്ഷുദ്ര പ്രയോഗങ്ങളും മന്ത്രവാദ ശക്തികൾ തകർക്കപ്പെടട്ടെ, ദേശത്തിന്റെ വ്യാപാരങ്ങൾ തകർക്കപ്പെടട്ടെ, തലമുറകൾ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ, തലമുറകൾ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ, കുടുംബങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. നല്ലവനാം കർത്തനവൻ വല്ലഭനായി വേൾപ്പെടുമേ. നല്ലവനാം കർത്തനവൻ വീട്ടുടൻ പോകും സർവബാധയും നീങ്ങിടുമേ. ഭൂതങ്ങൾ വീട്ടുടൻ പോകും സർവബാധയും നീങ്ങിടുമേ. രോഗികളോ ആശ്വസിക്കും ഗീതസ്വരം മുഴങ്ങിടുമേ. ഓ രോഗികളോ ആശ്വസിക്കും ഗീതസ്വരം മുഴങ്ങിടുമേ. കഴിയാത്ത വിധത്തിൽ പുറത്തു കൊണ്ടുവന്നു അവന്റെ വേലയിൽ വർദ്ധിച്ചു ഒഴിഞ്ഞ കൈയുടെ അനുഭവങ്ങളെ നന്മകളെ കാരണമാക്കി മാറ്റുന്ന എല്ലാ പൈശാചിക വ്യാപാരങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ തൻ ഭൂതബലത. ഓ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ തൻ ഭൂതബലത. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. നിത്യ തൃക്കരത്താലും പരിശുദ്ധാത്മ ശക്തിയാലോ നിത്യ തൃക്കരത്താലും പരിശുദ്ധാത്മ ശക്തിയാലോ തിരുവചനം അതിധൈര്യമായി ഉരച്ചിടുക സഹോദരനെ. ഓ തിരുവചനം അതിധൈര്യമായി ഉരച്ചിടുക സഹോദരനെ. അത്ഭുതമേശു
ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു 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 യേശു ക്രിസ്തു ജീവിക്കുന്നു പരലോകത്തിൽ ജീവിക്കുന്നു യേശു ക്രിസ്തു ജീവിക്കുന്നു പരലോകത്തിൽ ജീവിക്കുന്നു രാജരാജനായി വാണിടുവാൻ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു വിഷപ്പല്ലു തകർന്നതയാ വിഷപ്പല്ലു തകർന്നതയാ ഈ തെല്ലും ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു യേശു ജീവിക്കുന്നതായതിനാൽ ഞാനൊരു ജീവിക്കയാ യേശു ജീവിക്കുന്നതായതിനാൽ ഞാനൊരു ജീവിക്കയാ ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതം എനിക്കെല്ലാം യേശുവേ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് അങ്ങയുടെ സാന്നിധ്യം കൃപയ്ക്കായി സ്തുതിക്കുന്ന ആത്മാവിന്റെ ശക്തിയോടെ കാണാതെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ പ്രാർത്ഥന യാചനകളുടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് താമസമെങ്കിൽ നാം ഇനി ഒരുമിച്ചായിരിക്കുന്നത് വരെ എന്നും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അടുത്ത ആഴ്ചയിലും കൃത്യം 3 മണിക്ക് തന്നെ മീറ്റിംഗ് ആരംഭിക്കും. നിങ്ങൾ കടന്നു വരിക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൂട്ടി വരുത്തുക. ദൈവം നമ്മെ ഒരുമിച്ച് സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. രാവിലെ 10 മണി മുതൽ സഭാരാധനയുടെ ലൈവ് സ്ട്രീമുണ്ട്. ജോയിൻ ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.